ഷാനു കക്കൂർ, ഷാഫി എപ്പിക്കാട് ഇവർ രണ്ടുപേരും കൂടി സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയാണ് കൂടൽ. നായകനായിട്ട് വരുന്നത് ബിബിൻ ജോർജ്. സിനിമയുടെ തുടക്കത്തിൽ ഒരു ക്രൈം കാണിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ക്രൈം ത്രില്ലറാണ് എന്ന് വിചാരിച്ച് ഇരിക്കുന്നിടത്ത് സ്വിച്ച് ഇട്ട പോലെ സിനിമയുടെ ജോൺറ ഷിഫ്റ്റായിട്ട് നേരെ ഫീൽ ഗുഡിലേക്ക് പോവുകയാണ്. അതായത് കുറച്ച് പേര്, പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാർ ഏതോ ഗീവ് എവേയോ എന്തോ പരിപാടിയിലേക്ക് പങ്കെടുത്തിട്ട് അതുമായിട്ട് അവർ അട്ടപ്പാടിയിലേക്ക് ട്രിപ്പ് പോവുകയാണ്. അട്ടപ്പാടിയിലേക്ക് ബസ് പോവുകയാണ്. KSRTC ബസ്സിൽ ഒരു പാട്ട് വരുന്നത്, നല്ല അടിപൊളി പാട്ട്, നല്ലൊരു വൈബ്, നമുക്കൊരു ഒരു ഒരു ടൂറ് പോകുന്നൊരു വൈബൊക്കെ കിട്ടി. അങ്ങനെ പോവുകയാണ്. പോയി കുറേ പേരുണ്ട്. അതിൽ കോൾമി ഷസാമിനെ പോയിരിക്കുന്ന ഒരു പയ്യുണ്ട് കേട്ടോ, മെൻ്റലിസ്റ്റൊക്കെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ കാണിച്ചിട്ട് പിന്നെ യാതൊരു വഴിക്ക് പോയെന്ന് അറിഞ്ഞുകൂടാ. ചക്കപ്പഴത്തിലെ റാഫിയൊക്കെ ഉണ്ട്. പിന്നെ ഹെഡ് ചെയ്ത് പോണത് വിജിലേഷ്. അങ്ങനെ ഒരു അട്ടപ്പാടിയിലെത്തിയാണ്. പ്രകൃതി മനോഹരം, ഹൈ റേഞ്ച് പരിപാടികൾ, വൈബ്. അവിടെ അതാ വരുന്നു നമ്മുടെ കഥാനായകനായിട്ടുള്ള ബിബിൻ ജോർജ് ചാർലിയിലെ ദുൽഖറിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് കണ്ണിൽ സുറുമയൊക്കെ എഴുതി അങ്ങനെ വന്ന് നിൽപ്പുണ്ട്. പിന്നെ പുള്ളിയുടെ മോട്ടിവേഷൻ, ക്രിഞ്ച് പോസിറ്റിവിറ്റി ഇങ്ങനെ പരത്തുകയാണ്. പിന്നെ നോക്കണ അടുത്തൊരു പാട്ട്, നല്ല പാട്ട്, നജീം അർഷാദൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ, നല്ല പാട്ട്. വീണ്ടും ഇദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ. എടേ ഇത് ഒരു പൊടിക്ക് കുറേടേ, നമ്മൾ കുറേ നേരമായി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതെന്തെന്ന് ദുർഗുണ പരിഹാര പാഠശാല അല്ലെങ്കിൽ മറ്റേ റീഹാബിറ്റേഷൻ സെൻറ്റർ, ഇത് ട്രിപ്പല്ലേടേ. ഇത് വന്ന് ഇന്ന് ക്രിഞ്ച് പോസിറ്റിവിറ്റി മോട്ടിവേഷനും ഇതിൻ്റെ ഇടയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പാട്ട്, നല്ല പാട്ടുകളായിട്ട്. പിന്നെ അങ്ങോട്ട് ഇത് കേൾക്കുമ്പോൾ വെറുപ്പിക്കലായി. പാട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്, പാട്ട് മോട്ടിവേഷൻ ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഫ്ലാഷ് ബാക്കിൽ ക്രൈമിൻ്റെ അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങളും ക്യാരക്ടർ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ട്രാൻസ് വുമൺ ഉണ്ട്, റിയ ഐഷയാണ് പുള്ളിക്കാരുടെ പേര്. അതുപോലെ നിയ വർഗീസ്, അനു സൊനാര, ഇവർ രണ്ടുപേരും ഉണ്ട്. ഇവർ രണ്ടുപേരെയും 3 പേരെ ഫോക്കസ് ചെയ്താണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ബിബിൻ ജോർജും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു വെള്ളമണി ഫ്രഷ് കോമഡിയൊക്കെ ഉണ്ട് വിജിലേഷിൻ്റെ. അവിടെ നിന്ന് അങ്ങോട്ട് ഇൻ്റർവെല്ലിന് സംഭവം നമുക്ക് അങ്ങോട്ട് ഇനി ഇത് എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇത്രയും സ്പൂൺ ഫീഡിങ് കാണുമ്പോൾ തന്നെ ഇതെന്താണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ അവരെന്തൊരു കാണിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു. ഇൻ്റർവെല്ലിനൊക്കെ മാരകമായിട്ടുള്ള സീനുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് വരികയാണ്. സെക്കൻഡ് ഹാഫ് പിന്നെ തലയുടെ വിളയാട്ടം, ബിബിൻ ജോർജിൻ്റെ അഴിഞ്ഞാട്ടമാണ്. പിന്നെ അങ്ങോട്ട് പിന്നെ ഫുള്ള് നൈറ്റ് സീൻസാണ്. പകൽ വെളിച്ചത്ത് ഷൂട്ട് ചെയ്തിട്ട് നീല വെളിച്ചോട്ട് കാണിക്കുന്ന നൈറ്റ് സീൻസ് ഇങ്ങനെ വരികയാണ്. ലൈല ഇത് എന്നെ ഇങ്ങനെ നീട്ടി വലിച്ച് എത്ര നേരമോടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളുടെ ടെറർ കാണിക്കണം. ആൾ ടെററാണെന്ന് കാണിക്കാൻ വേണ്ടി മറ്റേ ATM കാർഡ് വെച്ച് വലിക്കണം, മൂക്കി വലിക്കണം പൊടി ഉണ്ടല്ലോ, എന്തൊരു പേരെന്ന് എനിക്കാനുണ്ട്. അത് ഈ സാമാനം കാണിക്കാനുണ്ട്, ടെറർ. വലിച്ചിട്ട് പഞ്ഞി മുട്ടായിരുന്നു നടക്കി ഇതെല്ലാം കൂടി മൂക്കിനും മീശയിലും വെട്ടി ചിരിച്ച് ചാവുമെന്ന് പറഞ്ഞു ടെറർ കാണിച്ചാണ്. ഇനി പിന്നെ അങ്ങോട്ട് ഈ പടം മലങ്കെട്ടിലേക്ക് അങ്ങ് വീണ്ടും ജോൺറ ഷിഫ്റ്റായിട്ട് മലങ്കെട്ടിലേക്ക് പോവുകയാണ്. പിന്നെ അങ്ങോട്ട് കോമഡി എൻ്റർടൈനർ. ഇവിടെ യാതൊരു ലോജിക്കും ഇല്ലാതെ ഒരു കണ്ണ് കണ്ടുകൂടെ ഇവർക്ക്. ഇത്രയും നല്ല നീല വെട്ടം അടിച്ച് പച്ചനടിച്ച് ഇറങ്ങുന്നുണ്ടല്ലോ, എന്നിട്ട് ആരെന്താണെന്ന് കണ്ണ് കണ്ടുകൂടി, അന്തരാണ് അവർ. പിന്നെ ഈ കൊലപാതകം, അതിൻ്റെ മോട്ടീഫ്, ചുരുള് കാര്യങ്ങളൊക്കെ വന്ന് അവിടെ ഒരാൾ ഇത് കൊലപാതകം ചെയ്യണതിന് മുമ്പ് ഒരു സംഭവം കാണുന്നുണ്ട്, എന്നിട്ട് മായം പടന്നോണ്ട് നോക്കിക്കൊണ്ടുന്ന. അതിൻ്റെ ഇടയ്ക്കും പാട്ടുകളുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഫ്ലാഷ് ബാക്കിൽ പാട്ടുകൾ കയറ്റിയിട്ടുണ്ട്. പാട്ടുകൾ വിട്ടിട്ട് ഒരു കളിയില്ല, കുറേ പേര് ചേർന്നാണ് അതിന് മ്യൂസിക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ഒരാൾ പുഴയിലോട്ട് വീണുണ്ട്, ആരൊക്കെ തള്ളിയിട്ടെന്ന് പറയണത്, ആര് എന്തരി എങ്ങനെയാണ് അത് ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ ഒരു സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് തീരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമ, യാതൊരു ഹാപ്പനിങ്സും ഇല്ലാതെ കോമഡിയാണ്. പിന്നെ അങ്ങോട്ട് കോമഡിയാണ്. മറ്റേ മാഫിയ ശശിയുടെ ഫൈറ്റൊക്കെ ഉണ്ട്, അന്യ കോമഡി. മെരീന മൈക്കിൾ, ലാലി, വിനീത് തട്ടിൽ ഇവരൊക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ കൊള്ളാമെന്ന് പറയണത് ആദ്യമൊക്കെ വന്ന പാട്ടുകളൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി പാട്ടുകളായിരുന്നു. പക്ഷേ പാട്ടുകൾ ഹൈ റേഞ്ച് ആയതുകൊണ്ട് ശബ്ദത്തിൻ്റെ കൂടെ കുറച്ച് എക്കോ കൂട്ടി കിടന്നോട്ടെ എന്ന് വിചാരിച്ചൊന്ന് എക്കോ ഇട്ടിട്ടുണ്ടെങ്കിലും കേൾക്കാൻ നല്ല സുഖമായിരുന്നു. പിന്നെ അട്ടപ്പാടിയിലെ കുറച്ച് പ്രകൃതി ലാൻഡ്സ്കേപ്പൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതല്ലാതെ ഈ സിനിമയിൽ യാതൊന്നും തന്നെ ഇല്ല. കൂടൽ എന്ന് പറഞ്ഞു പോയിട്ടൊരു കോടാലി കണ്ട അവസ്ഥയായിരുന്നു ഈ പടത്തിന്. എന്തരാ വരട്ടെ.